ലൈവില് രതീഷും സിജോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സിജോയുടെ വിഷമം എന്ന് പറയുന്നത് ടണൽ ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് അവിടെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികളെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് സിജോയുടെ വിഷമം. സിജോ അത് രതീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ നിന്നാണ് ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ അർജുനോ ആണ് ക്യാപ്റ്റൻ ആവാനായിട്ട് തീരുമാനിച്ചിരുന്നത്. മിക്കതും അത് അർജുനായിരിക്കും ക്യാപ്റ്റൻ ആവുന്നത്. ഞാൻ പുറത്തു നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും പവർ റൂമിൽ കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത്, നീ ക്യാപ്റ്റൻ ആവണം, എന്നിട്ട് എന്നെ പുറത്തിടണം, ബാക്കി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരെ കൊണ്ടുവന്ന് അത് പവർ റൂമിലിടണം. അത് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോനടക്കം പവർ റൂമിലിടണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. എന്നിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരെ പുറത്ത് നിർത്തിക്കൊണ്ട് വീക്കായിട്ടുള്ളവരെ പുറത്തേക്ക് കളയണം എന്നുള്ളതായിരുന്നു അവിടെ നെക്സ്റ്റ് റൂമിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ടണൽ റൂം നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ടണൽ റൂം ഏറ്റവും വീക്കായിട്ടുള്ളവരെ സംരക്ഷിച്ച് സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്ത് കളയണം, എന്നിട്ട് ഗെയിം ഈസി ആക്കണം എന്നുള്ളതാണ് അവിടെ ടണൽ റൂമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഇരുന്നു കൊണ്ട് അവിടെ സിജോ രതീഷിന്റെ അടുത്ത് പറയുന്നത്. അത് ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രം ഇവിടെ മതി, വീക്കുള്ളവർ പുറത്ത് പോകണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് നേരെ തിരിച്ചാണ് എന്നാണ് രതീഷ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ആഴ്ച തന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് റസ്മി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പവർ റൂമിലേക്ക് കയറുന്നതോടുകൂടി റസ്മി വീണ്ടും രക്ഷപ്പെടും. അപ്പൊ അതൊരു നല്ല കാര്യമാണോ രതീഷ് ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് സിജോ. അതുപോലെ തന്നെ അൻസിബയ്ക്ക് കളിക്കാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ്. ഈ ആഴ്ച അൻസിബ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അൻസിബ പവർ റൂമിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൻസിബ വീണ്ടും രക്ഷപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഗെയിം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അർഹതയുള്ളവർ പുറത്തേക്ക് പോവുകയും ഒട്ടും അർഹതയില്ലാത്തവർ അകത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് സിജു അവിടെ ഇരുന്നുകൊണ്ട് രതീഷിന്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് റൂമിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതും ടണൽ റൂമിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേർ വിപരീതമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടീം സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്തേക്ക് എടുത്ത് കളയാൻ നോക്കുന്നു. നെക്സ്റ്റ് ടീം കരുതുന്നത് വളരെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികളെ പുറത്തേക്ക് എടുത്ത് കളയണമെന്നും, എന്നാൽ ടണൽ ടീം കരുതുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് ഗെയിം ഈസി ആക്കണമെന്നുമാണ്.